എല്ലാവർക്കും നമസ്കാരം. ഓസ്യം മലയാളി വ്ലോഗ്സിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് വളരെ ഹാർദവമായ സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് സിഡ്നി സിറ്റിയുടെ നടുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റ് മേരീസ് കത്തീഡ്രലിൻ്റെ മുറ്റത്താണ് നിൽക്കുന്നത്. ഇതാണ് സെൻറ്റ് മേരീസ് കത്തീഡ്രൽ. ഇവിടെ ക്രിസ്മസിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്മസിന് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഒക്കെ ഉണ്ട് ഇവിടെ ഈ കത്തീഡ്രലിൽ. അപ്പോൾ അതിൻ്റെ പരിപാടികളും പുൽക്കൂട് നിർമ്മാണ പരിപാടികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ അപ്പുറത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും സിഡ്നി ഐ എന്ന് പറയുന്ന വലിയ ടവർ. അതിൻ്റെ മേളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് 360 ഡിഗ്രി വ്യൂ കിട്ടുന്നുണ്ടോ അത്. പിന്നെ ഇവിടെ വലിയ സിഡ്നിയിലെ വലിയ ടവറുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ നടക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷം ഞാൻ ഇതേ സ്പോട്ടിൽ ഈ സ്റ്റെപ്പുകളിലൊന്നിൽ ഇരുന്നിട്ട് ഇതിൻ്റെ എന്താ പറയുക ആ സൗണ്ട് ഷോ മുഴുവൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് സിഡ്നി കത്തീഡ്രൽ, സെൻറ്റ് മേരീസ് കത്തീഡ്രൽ എന്ന് പറയുന്നത്. അതിൻ്റെ താഴെയായിട്ട് നമുക്കൊരു ചെറിയ എന്താ പറയുക ഒരു അക്വാട്ടിക് സെൻറ്ററും അതുപോലെ ഒരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇത് അക്വാട്ടിക് സെൻറ്റർ കണ്ടോ, അത് അക്വാട്ടിക് സെൻറ്റർ. പിന്നെ നമ്മുടെ നേരെ ഓപ്പോസിറ്റ് ഹൈഡ് പാർക്കാണ്. സിഡ്നിയിലെ ഏറ്റവും പഴയ ഒരു എന്താ പറയുക ഒരു പബ്ലിക് പാർക്കാണ് ഈ ഹൈഡ് പാർക്ക് എന്ന് പറയുന്നത്. നേരെ ഓപ്പോസിറ്റ് നമ്മളിത് ക്രോസ് ചെയ്ത് നടന്ന് വേണം പോകാനായിട്ട്. അപ്പം നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ഇതിൻ്റെ മണ്ണിനടിയിലാണ്, ഈ കത്തീഡ്രലിൻ്റെ അടിയിൽ 5 നില മണ്ണിനടിയിലായിട്ടാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത്. നമുക്ക് നമ്മുടെ ഇന്നത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങിയതിൻ്റെ ഉദ്ദേശം കത്തീഡ്രൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. കത്തീഡ്രൽ നമുക്ക് പിന്നെ പറ്റുവാണെങ്കിൽ ഇനി വരും. കഴിഞ്ഞ വർഷം ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കത്തീഡ്രലിൻ്റെ. അപ്പോൾ നമ്മൾ ഇത് ക്രോസ് ചെയ്തതിൻ്റെ അപ്പുറത്ത് സിഡ്നി മ്യൂസിയം കാണുമ്പോഴാണ്. ഒരു വർഷത്തെ റിനോവേഷന് ശേഷം ഒരു സിഡ്നി മ്യൂസിയം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് ഹൈഡ് പാർക്കിലൂടെ നടക്കാം. ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്ന ഒരു ചെറിയൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. അതായത് എൻ്റെ ഒരു കൂട്ടുകാരൻ, പുള്ളി അമേരിക്കയിലാണ്. പുള്ളിയുടെ വൈഫ് ഏതസ്, പുള്ളിക്കാരത്തെ ഒരു ചാനൽ നടത്തുന്നുണ്ട്. എക്സ്പ്ലോർ ആൻഡ് ഇൻസ്പയർ എന്നാണ് എൻ്റെ പേര്. അതിനകത്ത് മെയിനായിട്ടും പുള്ളിക്കാരത്തി പിള്ളേർക്കുള്ള കഥകൾ, പുള്ളിക്കാരത്തി ഒരു മോണ്ടസറി സ്റ്റൈൽ ഓഫ് സ്കൂളിങ്ങിൻ്റെ ഒരു നഴ്സറി ടീച്ചറാണ്. അപ്പോൾ ആ ചെറിയ കുട്ടികൾക്കുള്ള പഠിപ്പിക്കേണ്ട എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കേണ്ടത് എങ്ങനെയാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തി വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈലും ഫുഡും ഒക്കെ ചെയ്യുന്നുണ്ട്, ട്രാവലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം താല്പര്യമുള്ളവർക്ക് അവരുടെ പുള്ളിക്കാരത്തെ ചാനലിൽ നിന്ന് കയറി നോക്കാം. അതുപോലെ നല്ല പിള്ളേർക്ക് പറ്റിയ കഥകളൊക്കെ ഇങ്ങനെ വായിച്ചു കൊടുക്കുന്നുണ്ട് പുള്ളിക്കാരത്തെ ചാനലിൽ. കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താ പറയുക ഇങ്ങനെ കഥ ഒക്കെ കേട്ടിങ്ങനെ ഇരിക്കാം. യൂട്യൂബിൽ എക്സ്പ്ലോർ ആൻഡ് ഇൻസ്പയർ എന്നാണ് ഞാനത് സ്ക്രീനിൽ കൊടുത്തേക്കാം ചാനലിൻ്റെ പേര്. അപ്പോൾ ഏതസിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ് ഇന്നിപ്പോൾ ഞാനിവിടെ ഈ സിഡ്നി മ്യൂസിയം വന്നൊന്ന് കവർ ചെയ്തു കേട്ടോ. ബോർഡ് കാണാൻ സിഗ്നൽ, എന്താ വണ്ടിയൊക്കെ പാഞ്ഞു വരുന്നുണ്ട്. ഇതാണ് ഹൈഡ് പാർക്ക്. സിഡ്നിയിലെ ഏറ്റവും പഴയ പബ്ലിക് പാർക്കാണിത്. ചുറ്റും നിങ്ങൾ പാർക്കിംഗ് കണ്ടുപിടിക്കലാണ് ഏറ്റവും വലിയ പണിയെന്ന് പറയുന്നത്. ഇവിടുന്ന് ജന്മം ചെയ്ത പാർക്കിംഗ് കിട്ടാണ്ട് ഭയങ്കര പാടാണ്. എന്തേരം പഴയ മരങ്ങളൊക്കെയാന്ന് നോക്കി ഉണ്ടോ. നിനക്കൂടെ മനോഹരമായ നടക്കാനുള്ളൊരു വഴി, പിന്നെ എൻ്റെ അങ്ങേറ്റത്തൊരു ഫൗണ്ടനൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ ഫൗണ്ടൻ കണ്ടോ. നമ്മളിപ്പോൾ ഹൈഡ് പാർക്കിൽ നമ്മൾ നാവിഗേഷൻ വെച്ചാൽ നടക്കണം കേട്ടോ. വാക്കിംഗ് നാവിഗേഷൻ കാണത്തില്ലല്ലേ. ഓക്കെ, എൻ്റെ കോർണറിലായിട്ടാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കത്തീഡ്രൽ അവിടെയാണ്. കത്തീഡ്രലിന് നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ മ്യൂസിയം ഉള്ളത് കേട്ടോ. ഞാൻ ചുമ്മാ ആവശ്യമില്ല കത്തീഡ്രലിന് അവിടെ നിന്ന് അതിലേ കയറി പാർക്കിനത്ര കയറി ഇതിലേക്ക് ഇറങ്ങി ഈ കോർണർ വഴി നടന്നു വന്നു. എൻ്റെ ആവശ്യമില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ആ കാണുന്നതാണ് കത്തീഡ്രൽ. കത്തീഡ്രലിൽ നേരെ ഇങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ഇവരെ കാണുന്നതാണ് മ്യൂസിയം. ഓരോ ബിൽഡിങ്ങുകളൊക്കെ കണ്ടോ. ഉണ്ടോ, ജനറൽ എൻട്രി ഈസ് ഫ്രീ. ഇതാണ് മ്യൂസിയത്തിൻ്റെ എൻട്രി. സോ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് അവർ സ്കാൻ ചെയ്യണം. ഇവിടെ ഒരു ചെക്ക് ഇൻ വേണ്ട ഒരു QR കോഡാണ്. അപ്പോൾ നമ്മൾ മൊബൈലിൽ ആ QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമ്മളിതിൽ സൈൻ ഇൻ ചെയ്യണം. ഇതാണ് ഓസ്ട്രേലിയൻ മ്യൂസിയം.
അപ്പോൾ അതാണ് കത്തീഡ്രൽ. അതിൻ്റെ അപ്പുറത്താണ് ഹൈഡ് പാർക്ക്. കത്തീഡ്രലിന് നേരെ ഓപ്പോസിറ്റാണ്. ജസ്റ്റ് അകത്തോട്ട് കയറാം. ജനറൽ എൻട്രി ഫ്രീ ആണ് കുറച്ച് ലിമിറ്റഡ് സമയത്തേക്ക്. ഇവർ 28-ാം തീയതിയാണ് ഒരു വർഷത്തെ റിനോവേഷൻ ആയിരുന്നു ഇത്. 57 മില്യൺ, അതായത് ഏകദേശം $6 കോടി ചിലവാക്കി റിനോവേഷൻ ചെയ്തിട്ട് കഴിഞ്ഞ 28-ാം തീയതിയാണ് ഇത് ഓപ്പൺ ചെയ്തത്. ഇന്നിപ്പം 8-ാം തീയതിയാണ്. ഇവിടെ വന്നുകൊണ്ട് നമുക്ക് അത്യാവശ്യം കാര്യങ്ങളെ കാണുക എന്നുള്ളതാണ്. ഇവിടെ ഇവർ വീണ്ടും ചെക്കിങ് ഉണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് അകത്തോട്ട് കയറിയിട്ട് അകത്തെ കാര്യങ്ങൾ കാണാം. സൈൻ ഇൻ ചെയ്തതെന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ ഇങ്ങനെ എൻ്റെ റിസപ്ഷനിലോട്ട് കയറി. ഇവിടെ കുറച്ച് ചെറിയ ക്യൂ ഉണ്ട്. ഇതാണ് മ്യൂസിയത്തിൻ്റെ അകഭാഗം എന്ന് പറയുന്നത്. ഇവിടെയുള്ളത് ടെറാനോസോസ് മീറ്റ് ദ ഫാമിലി, അഡൽറ്റിന് 20 രൂപ. അപ്പോൾ അതിൻ്റെ ഞാൻ ഇന്നലെ എൻ്റെ ടിക്കറ്റ് എടുത്തു. ആക്ച്വലി ഇന്നലെ എടുത്തിട്ട് ഇന്നലെ ചില സാഹചര്യങ്ങൾ കാരണം എനിക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് കാശ് പോയി. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ അതിന് കയറാൻ സാധ്യത കുറവാണ്. കാരണം സ്കൂളിൽ പോയിട്ട് പിള്ളേരെ എടുക്കാനുള്ളതാണ്. വൈഫിൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് അകത്ത് കയറില്ല മിക്കവാറും. വാട്ട്സ് ഓൺ ഇതിലത്തെ മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കയറി വരുമ്പോഴൊരു ഡിനോസറിൻ്റെ ഒരു വലിയൊരു രൂപമൊക്കെ തടി കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് കയറുന്നതിന് മുമ്പേ 1-2 കാര്യങ്ങൾ പറയട്ടെ. ഈ മ്യൂസിയം എന്ന് പറയുന്നത് ഇവർ 200 വർഷം പഴക്കമുള്ളതാണ്. 200 വർഷം പഴക്കമുള്ള മ്യൂസിയമാണ്. അത് 57 മില്യൺ $, ചിലവാക്കി അവർ റിനോവേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞ ആഴ്ച തുറന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇതൊരു വലിയ ഗാലറിയാണ്. ഈ ഗാലറിക്ക് 3 നിലകളാണുള്ളത്. കണ്ടോ സൈഡിലേക്ക് ആൾക്കാരെ നോക്കുന്നത്. ഡിനോസിൻ്റെ ഓരോ അസ്ഥികൂടങ്ങളുണ്ടാക്കി അവർ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. കയറുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് 200 ട്രഷേഴ്സ് ഓഫ് ദ ഓസ്ട്രേലിയൻ മ്യൂസിയം എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഈ ഗാലറിക്ക് അത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇതാണ് പഴയ മ്യൂസിയം എന്ന് പറയുന്നത്. ഇത് ഒഫീഷ്യലി പബ്ലിക്കിന് ഓപ്പൺ ചെയ്തത് 1857-ലാണ്. ഓസ്ട്രേലിയയിലെ ആദ്യത്തെ ബാങ്ക് നോട്ടാണ് നിങ്ങൾ ആ കാണുന്നത്. 10 ഷില്ലിങ്സിൻ്റെ ബാങ്ക് ഓഫ് ന്യൂ സൗത്ത് വെയിൽസ് എന്ന 10 ഷില്ലിങ്സിൻ്റെ നോട്ടാണ് ആദ്യം കാണുന്നത്. അത് കണ്ടില്ലേ, പ്രിൻ്റഡ് 8 ഏപ്രിൽ 1817, അതായത് 200 വർഷം മുമ്പ് പ്രിൻ്റ് ചെയ്തതാണ്. ഇതൊരു ഗോൾഡ് നെക്കട്ടാണ്. ജൂൺ 1887 മിറക്കിൾസ് സൗത്ത് വെസ്റ്റ് ഓഫ് ഗുൽഗോങ് ന്യൂ സൗത്ത് വെയിൽസ് കണ്ട ഒരു ഗോൾഡ് നെക്കട്ടാണിത്. ക്രഫ്റ്റ് ചെയർ, വിക്ടോറിയൻ ജെൻറ്റിൽമാൻ്റെ ആം ചെയറാണ് ഒന്നായി വെച്ചിരിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ ഈ ഇരിക്കുന്നതെന്ന് പറയുന്നത് ജോ ഓഫ് ഡിപ്രോട്ടോഡൻ ഒപ്റ്റാറ്റം. ഈ കാണുന്ന മൃഗത്തിൻ്റെ ജോയാണ്. ജോയും പങ്കിക്കാണ് ആ കാണുന്നത്. അതിൻ്റെ ഇപ്പുറത്ത് കാണുന്നത് ബേർഡ്സ് ഓഫ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ ബേർഡുകളിലൊക്കെ ചെറിയൊരു ബുക്കാണ്. ചെറിയൊരു ബുക്കല്ലേ. അതിൻ്റെ ഇപ്പുറത്ത് എന്താ ഏതോ വർഷങ്ങൾ പഴക്കമുള്ള ഇവിടെ കങ്കാരു, അതിൻ്റെ കോലയുണ്ട്. ഈ ബേർഡുണ്ട്. ഇതിൻ്റെ പേരാണ് ഓസ്ട്രേലിയൻ മാഗ്പൈ. കാക്കേനെ പോലെ ഇരിക്കും, നല്ല പ്രാവിനെ പോലെ ഇരിക്കും. ഒരു മാൻ്റെ, ഒരു മനുഷ്യൻ്റെ, ഒരു കുതിരയുടെ സ്കെലിട്ടൻ ഒത്തിരി പഴയതാണ്. ഒരുപാട് മലാഗൻ ഫിഗേഴ്സ്. അക്ഷരമുണ്ട് ഓസ്ട്രേലിയൻ ബേർഡ്സ്. ആർമർ സെറ്റാണ് ഇത് കേട്ടോ. ഹെൽമെറ്റ് കാര്യങ്ങൾ സംഭവങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്.
ഒരു ടിബറ്റൻ മമ്മി ആൻഡ് കോഫിൻ. 1800 മരിച്ച ഒരു സ്ത്രീയുടെ മമ്മിയാണത്. അത് ഇപ്പം ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് CT സ്കാനൊക്കെ ചെയ്തപ്പോഴത്തേക്കും അതിൻ്റെ ജീനിയോളജി എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് ഇവർ. വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ, ഭയങ്കരം. മാസ്ക് പഴയ കാലത്തെ എന്താ പറയുക, അന്റാർട്ടിക് എക്സ്പ്ലോറേഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ബോട്ട് പോലത്തെ സാധനമാണത്. കണ്ടോ, ഇതിനകത്ത് കയറാൻ ഒരുപാട് കാണാനുണ്ട്, ഒരുപാട്. നമ്മൾ ഓരോന്നും വായിച്ചുകൊണ്ട് നമുക്ക് ഒരു ദിവസം പോരാ, അത് കണ്ടു തീർക്കാണ്ട്. ഇനി ഞാൻ മേളിലോട്ട് പോകണം, സ്റ്റെയറിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ തട്ടിലേക്ക് പോയി അവിടെ എന്താ ഉള്ളതെന്ന് നോക്കാം. ഈ ഗാലറിയിൽ ഉണ്ടോ, വേൾഡ് കൾച്ചേഴ്സ് കളക്ഷനാണ്. ഇത് പസഫിക് ഐലൻഡ്സ് കളക്ഷൻ, കറൻസീസ് ഓഫ് ദ പസഫിക്. ഇതൊക്കെയാണ് സംഭവം ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. കല്ല് കണ്ടിരിക്കുന്നു, എൻ്റെ അമ്മ. കളക്ഷൻ ഇൻഡിജിനസ് കൾച്ചർ കളക്ഷൻസ് ആണ്. മാത്രം ഓലപ്പം തിരിക്കുന്നത്. ഇവിടെ വണ്ടി, കപ്പക്കോലുകൊണ്ട് ഉണ്ടാക്കിയ വണ്ടി. അത് കൊള്ളാം, ഓലപ്പന്തും കപ്പക്കോലുകൊണ്ട് ഉണ്ടാക്കിയ വണ്ടി. അത് കണ്ടപ്പോൾ വലിയ സന്തോഷം. ഇതിരിക്കുന്നതിന് കളക്ഷൻസ് ആർട്ടോളജി, സ്പൈഡർ മറ്റു കാര്യങ്ങളൊക്കെയാണ് ഈ സാധനങ്ങളാണ്. ഇതെല്ലാം കുപ്പിക്കറി വെച്ചിട്ടേക്കാണ്. ഈ ഏതൊക്കെ ടൈപ്പാണ് പ്രിസർവ് ചെയ്തിരിക്കുന്നത്. എല്ലാത്തിനും പേര് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഓരോ ഈ എന്നെ ഒരു സ്പൈഡർ ഉണ്ടോ. ഓരോ ബീൻ വണ്ടുകളാണ്, പല ടൈപ്പ്. ദൈവമേ, കളർഫുള്ളല്ലേ, എന്നാ രസം. എനിക്ക് ഈ ജ്വല്ലറിയിലൊക്കെ മോതിരം വെക്കാൻ അടിക്കടിക്ക് വെച്ചേക്കുന്നത് എന്ന് ഒരാൾ തോന്നുന്നു. അതിൽ കടലിൻ്റെ അകത്തുനിന്ന് സാധനങ്ങളല്ല, നല്ല പൂവ്, നല്ല ഭംഗിയൊന്നും. ഇതുണ്ട് രസ സാധനം. അടുത്തൊരു മീനുകളാണ്, ഫിഷ് ബോൺസ് ആൻഡ് സ്കെലറ്റൻസ് ഉണ്ടോ. അടുത്ത ശംഖുകളാണ്. molluscs, of which there are over 200,000 known species. 200,000 species ഉണ്ട്. അപ്പോൾ അടുത്ത പക്ഷികൾ ഹെർപ്പറ്റോളജി. പലിനറ്റോളജി, കരിങ്കല്ല. ഇതുണ്ടോ, ഫോസിൽസ് ഓഫ് ദ സിഡ്നി ബേസിൻ. ഫോസിലുകളാണ് ഈ കാണുന്നത്. കണ്ടോ, മീനിൻ്റെ അതേ രൂപങ്ങൾ കല്ലിനകത്ത് ഫോസിലായി രൂപപ്പെട്ടില്ല. എനിക്ക് അടിപൊളി. ഇതുണ്ടോ, എൻ്റെ കല്ലിലൊക്കെ ഡിസൈൻ ഉണ്ട്, പൂ കൊല്ലുണ്ട്.
അടുത്തത് മിനറോളജി ആൻഡ് പെട്രോളജി. മിനറൽ കല്ലുകൾ കണ്ടോ, തിളങ്ങുന്ന ഇതെല്ലാം ഡിസൈനുകളുള്ള കല്ലുകളാണ്. ഇതുണ്ടോ, ഒരു ഷേപ്പ് കൊട്ടാരം പോലെയുണ്ട്. നമുക്കിനി അടുത്ത നില പോയി നോക്കാം. ഇവിടെ ഒരുപാട് കേട്ടോ വായിക്കാൻ, ഇന്ന് വായിക്കാനുണ്ട്. അത്ര സമയം എനിക്കില്ലാത്തതുകൊണ്ട് കൂടി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ചു. ഇലകളാണ് കാണുന്നത്. Butterflies. It is. This is like Korean house. ഇതിൻ്റെ അടുത്ത് പ്രധാനമായിട്ട് തത്തകൾ, പക്ഷികൾ, അങ്ങനെയുള്ള ജീവജാലങ്ങളാണ് ഇതെല്ലാം. പാമ്പ്, എൻ്റെ അമ്മേ. കോമൺ ബ്രൗൺ സ്നേക്ക്, ക്രൊക്കഡൈൽ, ടൈഗർ സ്നേക്ക്, വെസ്റ്റേൺ ബ്രൗൺ സ്നേക്ക്, ബ്ലാക്ക് ടൈഗർ സ്നേക്ക്, റെഡ് ബെല്ലഡ് ബ്ലാക്ക് സ്നേക്ക്. ഇതാണ് പേര് കേട്ടോ, റെഡ് ബെല്ലഡ് ബ്ലാക്ക് സ്നേക്ക്. എൻ്റെ സ്ഥൂലമാണ് ഇരിക്കുന്നത്. ഇതുണ്ടോ, Roman dominate about 2730 million years old. Antenna East Pilbara, Western Australia കിട്ടിയതാണ്. 2730 മില്യൺ, അതായത് 2730 ഗുണം 10 ലക്ഷം വർഷം. അടുത്തുണ്ടോ വെസ്റ്റേൺ ഓസ്ട്രേലിയ കിട്ടുന്നത്. ഇത് 3430 മില്യൺ ഇയേഴ്സ് ഓൾഡാണ്. ഇതല്ലേ ഇവിടെ ഇനിയിപ്പോൾ മെയിനായിട്ടുള്ളത് അട്രാക്ഷൻസ്, പക്ഷികൾ, അതുപോലെ നമ്മുടെ ഡൈനോസേഴ്സ്, ഇതിൻ്റെയൊക്കെ സ്കെലിറ്റൺ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. എന്താ ഹാർബർ, ലൈഫ് അണ്ടർ ദ സർഫേസ്. ഒരു സൈഡിൽ നിന്ന് കാണിക്കാം. ഇതൊന്ന് എൻ്റെ പേര് അവിടെ ഇട്ടിട്ടുണ്ട്. പെൻഗിനെ പിടിക്കാൻ കഴിയും. ലെപ്പർഡ് സീൽ എന്നാണ് പറയുന്നത്. എൻ്റെ കുഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ പുലിനെ പോലെ ഇരിക്കും അല്ലേ. പെൻഗിനുകൾ പലതരത്തിലുള്ളത്. ഡൈവിങ് സംബന്ധമായ കാര്യങ്ങളാണ്. ഗ്രേറ്റ് ബാരിയർ റീഫിലെ ഒരു പടമാണ്. ഗ്രേറ്റ് ബാരിയർ റീഫ് ക്വീൻസ്ലാൻഡിലാണ്. ക്വീൻസ്ലാൻഡ് കാണപ്പെടുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതൽ കൊടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. ഇവിടെ വലിയൊരു പവിഴപ്പുറ്റിരിക്കുന്നു. കോമൺ വൊമ്പാറ്റ്, ഇത്രയും വലിയ കുഴിയെടുത്ത വൊമ്പാറ്റ് പന്നിനെ പോലെ ഇരിക്കുന്നൊരു മൃഗമാണ്. ഞാൻ പണ്ട് പല വ്ലോഗുകളും മുമ്പ് കാണിച്ചിട്ടുണ്ട്. പിന്നെ മണ്ണിനടിയിൽ താമസിക്കുന്ന തവള, അതുപോലത്തെ റെയിൻബോ ബീ ഈറ്റർ, ഒരു തത്തയാണ്. പോസം എന്ന് പറയുന്നൊരു ജീവിയുണ്ട്. അത് ഈ പറഞ്ഞ പോലെ എലിനെ പോലെ ഇരിക്കും. പോസൊക്കെ ഇവിടെ പ്രൊട്ടക്റ്റഡ് ആണ് കേട്ടോ. ബിൽബി, അത് ഈ പറഞ്ഞ എലിയുടെ വേറൊരു രൂപം. ഈ കാണപ്പെടുന്ന സ്ഥലമൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ഓരോ ഏരിയയിലുള്ള ഇതൊക്കെ ഓസ്ട്രേലിയയുടെ മാപ്പാണ്. ഇതൊക്കെ ഈ പെർത്തൊക്കെ ഉൾപ്പെടുന്ന ഈ ഹന്ന വലിയൊരു ക്രൊക്കഡൈലാന്ന് നോക്കിയേ.
Crocodiles are survivors from the dinosaur age. 200 മില്യൺ ഇയേഴ്സിന് ആയിട്ട് ഈ ക്രൊക്കഡൈൽസ് എക്സിസ്റ്റ് എന്നാണ് പറയുന്നത്. Saltwater crocodile is the world's largest living crocodile. It has excellent night vision. നല്ല മണം പിടിക്കാനും പറ്റും. 30 km/h നീന്താൻ പറ്റും. ഇതിൻ്റെ പ്രത്യേകത. പല്ല് കണ്ടോ. ക്രൊക്കഡൈൽസ് അത് കോൺസ്റ്റൻറ്റ് സപ്ലൈ ഓഫ് ടൂത്ത്. ഒരെണ്ണം താഴെ പറഞ്ഞു പോകുമ്പോൾ അടുത്ത് വരുന്നു. അതെ ഇവിടെ ക്രൊക്കഡൈലിനെ പോലെ കാണാൻ പല്ല് പറയുന്ന പ്രശ്നമില്ല. പല്ലില്ലാതിരിക്കേണ്ട കാര്യമില്ല അല്ലേ. അടുത്ത കണ്ടോ സാധനം. Iptrodons. Giant wombat. Iptrodons look a lot like a giant wombat, but it's not. There is a relative of today's wombats and koalas. It belongs to an extinct family, the Diprotodontids. എന്താണ് പേര് പോലും വായിക്കാൻ പറ്റില്ല. നിന്ന് പോയി. അത് വംശനാശം സംഭവിച്ചു. അതിൻ്റെ പല്ലൊക്കെയാണ്. 1.8 million to perhaps 50,000 or even 25,000 years ago. 25,000 വർഷങ്ങൾക്ക് മുമ്പ് അവർ ജീവിച്ചിരുന്നതാണ് പറയുന്നത്. 2,500 കിലോഗ്രാം വരെ വെയിറ്റ് ഉണ്ടായിരുന്നു. മാർസുപ്പിയൽ ലയൺസ്. ഇതും ഈ പറഞ്ഞ പോലെ 1.8 മില്യൺ ഇയേഴ്സ് അഗോ മുതൽ 30,000 വർഷം മുമ്പ് വരെ ജീവിച്ചിരുന്ന ഒരു മൃഗമാണ്. അടുത്ത നമുക്കിവിടെ ഒരു തിലാസിസ് എൻഡ് ഓഫ് ആൻ ഏൻഷ്യന്റ് ലൈഫ്. ഓസ്ട്രേലിയയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു മർസുപ്പിയൽ സൺസ്. ഓസ്ട്രേലിയയിൽ വംശനാശം സംഭവിച്ച വേറൊരു മൃഗമാണ്. അത് ഈ വംശനാശത്തിൽ ഏറ്റവും ഫേമസ് ആണെന്നാണ് പറയുന്നത്. ഉളരുകൾ കാണപ്പെടുന്ന മൗണ്ട് ഉളരു ഏരിയ എന്ന് പറയുന്നത്. 40 million years, kangaroos have changed as an environment change. The earliest kangaroos were more like a tree scrambling possum. പോസം എന്ന് പറയുന്ന മൃഗത്തെ കണ്ടില്ല, അതുപോലെയായിരുന്നു നേരത്തെ ആദ്യത്തെ കങ്കാരുക്കൾ. പിന്നീട് അതിനെ പരിണാമം സംഭവിച്ച് ഇങ്ങനെയാണ്. ഇവിടെ പലതരത്തിലുള്ള കങ്കാരുക്കളെ കാണാൻ അമ്മയും കുഞ്ഞും കങ്കാരുവിൻ്റെ സ്കെലിട്ടൺ. സ്പിരിറ്റിലേക്ക് പോകാം. നല്ല മാസ്കുകളാണ് കേട്ടോ. മാസ്ക് ഉണ്ടാക്കുന്നുണ്ടോ? അടിപൊളിയല്ലേ. ആ റൂഫിന് മേട് വരെ ഉണ്ടത്. ഉണ്ടോ? 240 million years കഴിഞ്ഞ് കിട്ടിയിരുന്ന ഒരു ഫോസിലാണ് ഈ കാണുന്നത്. ഡിസൈനൊക്കെ വന്ന് പറഞ്ഞിരിക്കുന്നത് ഇലയുടെയൊക്കെ ഡിസൈൻ ഉണ്ട്. ഡൈനോസറിൻ്റെ രൂപമാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. വയറ് ആമാശയം. ഒരു ഒറിജിനൽ ഡൈനോസറിൻ്റെ വലിപ്പമാണ് ഈ ഉണ്ടാക്കിയിട്ട്. എൻ്റെ പൊന്നോ. നമ്മൾ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. കുറേ അധികം കാര്യങ്ങൾ കണ്ടു. പക്ഷെ ഇതെല്ലാം വായിച്ച് നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ അത് എന്ന് തോന്നുന്നു ഒരു മാസം കൊണ്ട് തീരത്തില്ല എന്ന് തോന്നുന്നു. അതുപോലെ വായിക്കാനും പഠിക്കാനുള്ള മ്യൂസിയം. അതായത് ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ മ്യൂസിയങ്ങളിൽ ഏറ്റവും പഴയതും വലുതുമായിട്ടൊരു മ്യൂസിയമാണിത്.
ഇവിടുത്തെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇത്രയും ഡിസ്പ്ലേ നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. 1 hour സ്പെൻഡ് ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ല, ഒരു മാസമൊക്കെ നിന്ന് വായിച്ചിട്ട് പോകാനൊക്കെ 1 മാസം വായിച്ച് കാണാനുള്ള സമയമുണ്ട്. നമുക്ക് അത്ര സമയമില്ലാത്തത് കൊണ്ട് ഓടി വന്ന് ഒരു 1.5 മണിക്കൂർ കൊണ്ട് എല്ലാം ഒന്ന് ഓടിച്ചിട്ട് കണ്ടു. ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഇറങ്ങി സെൻറ്റ് മേരീസ് കത്തീഡ്രൽ നേരെ മുന്നിൽ കാണാൻ പറ്റും. അപ്പോൾ കത്തീഡ്രലിൻ്റെ അണ്ടർഗ്രൗണ്ടിലാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. പാർക്കിങ്ങിനിവിടെ ഭയങ്കര പൈസയാണ്. പാർക്കിങ്ങിനിവിടെ 1 മണിക്കൂറിന് എന്ന് പറയുന്നത് $20 ഒക്കെയാണ് ഏറ്റവും ചീപ്പ്. അതേ ഉള്ളൂ. ഇപ്പം ഇവിടുത്തെ എൻട്രി തൽക്കാലം ഇത് ഈ മ്യൂസിയത്തിലേക്കുള്ള എൻട്രി തൽക്കാലം ഫ്രീ ആണ്. അത് ഇപ്പം റിനോവേഷൻ കഴിഞ്ഞ് ഇപ്പോൾ തുറന്നുകൊണ്ട് മാത്രമാണ്. അത് കുറച്ച് കഴിയുമ്പം അവർ വീണ്ടും ചാർജ് ആക്കും. അപ്പോൾ ഇതിനകത്ത് മീറ്റ് ഡിനോസറസ് എന്ന് പറയുന്ന ആ പറഞ്ഞ എന്താ പറയുക ഡിസ്പ്ലേ ഉണ്ട്. ഡിനോസറസിൻ്റെ മാത്രം ഡിസ്പ്ലേ, അതിന് മാത്രം പൈസയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനകത്ത് ഞാൻ കയറിയിട്ടില്ല. അതിനകത്ത് കയറിയാൽ നമുക്ക് കാണാനുള്ള സമയമില്ലാത്തതുകൊണ്ട്. നമ്മുടെ സെൻറ്റ് മേരീസ് ചാപ്പലിൻ്റെ ഇലുമിനേഷൻ വർക്ക്, ക്രിസ്മസ് ഇലുമിനേഷൻ വർക്കിൻ്റെ വീഡിയോ കാണാത്തവർ ഇത് കയറി കാണണം കേട്ടോ.